എന്റെ മുമ്പിൽ പല കുട്ടികളും ലിറ്ററലി വന്നിരുന്ന് കരയാറുണ്ട്. സാർ, എനിക്ക് ഈ കോഴ്സ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്കിത് പഠിക്കാൻ പറ്റുന്നില്ല. ചില കുട്ടികൾ എഞ്ചിനീയറിംഗിലായിരിക്കാം, ചില കുട്ടികൾ ഡിഗ്രി കോഴ്സുകൾക്കായിരിക്കാം. ഈ കോഴ്സ് എന്നെ കൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ നാട്ടിൽ എന്തോ ചില കോഴ്സുകൾ പഠിച്ചില്ലെങ്കിൽ ഇനി ലൈഫിൽ ഒന്നും ആവില്ല എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. പൊതുവെ നമ്മൾ ഒരു കോഴ്സ് കാണുന്നത് പോലും 10th കഴിഞ്ഞു, +2 ഏറ്റവും നല്ല സ്ട്രീം എടുത്തു, +2 കഴിഞ്ഞു, ഡിഗ്രിക്ക് ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു. ഈ കോഴ്സുകളെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഇതിൽ കുറെ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നാളെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ ചിന്താഗതി. സത്യത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ആ സ്റ്റുഡന്റിന് ആ കോഴ്സുമായി മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എങ്കിൽ, നമുക്ക് ഗ്രാജുവേറ്റ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സയന്റിഫിക്കലി നമ്മൾ എന്താണ്, നമ്മുടെ പേഴ്സണാലിറ്റിയും ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ലൈഫിൽ എങ്ങനെ മുമ്പോട്ട് പോകാമെന്ന് മനസ്സിലാക്കുകയും അതിന് പറ്റുന്ന കോഴ്സ് ഏതാണെന്ന് ചൂസ് ചെയ്തുകൊണ്ട്, നമ്മൾ ജനറലി ചിന്തിക്കാറുണ്ട്, എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തതല്ലേ, ഇത്രയും ഫീസ് കൊടുത്തതല്ലേ. ഞാൻ അങ്ങനെയുള്ള സമയത്ത് പാരന്റ്സിനോട് പറയുന്ന ഒരു കാര്യം, നമ്മൾ ചിലപ്പോൾ 1 വർഷത്തെയോ അല്ലെങ്കിൽ 2 വർഷത്തെയോ ഫീസ് അടച്ച് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവാം. ലൈഫ് ലോങ് നമുക്ക് കരിയർ ഉള്ളതാണ്. 2 വർഷം ഫീസ് അടച്ചു അല്ലെങ്കിൽ 2 വർഷം പഠിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ ആ കോഴ്സ് പഠിച്ച് സഹിക്കണമെന്ന് തീരുമാനിക്കേണ്ട കാര്യമില്ല. 2 വർഷം കഴിയുമ്പോൾ അത് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ആ ടെസ്റ്റ് എടുത്ത് ആ ടെസ്റ്റിന്റെ റിസൾട്ട് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറ്റുന്ന കരിയറിലേക്ക് ആ 2 ഇയർ ബ്രേക്ക് ചെയ്ത് പുതിയ കോഴ്സ് എടുത്ത് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ വളരെ ശോഭനമായ ഒരു ഭാവി നമുക്കുണ്ടാവും. ഒരു ഗ്രാജുവേറ്റ് ടെസ്റ്റ് എടുക്കുന്നതിലൂടെ നിങ്ങളുടെ ഭാവി ശോഭനമായി വളരട്ടെ.